ഇന്ന് ഞാൻ ഒരു രാത്രി മുഴുവൻ എന്റെ ഒരു വീട്ടിന്റെ മേലെ ഒരു ഷർട്ട് പോലും ഇടാതെ മഞ്ഞും കൊണ്ട് കിടന്നുറങ്ങാൻ പോവാണ്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അതിനുവേണ്ടി രാത്രി ഒരു 9:30 ആയതും രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് തണുപ്പ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി രാത്രി 10 മണിക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ഞാൻ പായും തലയാണിയും പുതപ്പൊക്കെ എടുത്ത് നേരെ വീട്ടിന്റെ മേലേക്ക് പോയത്. പക്ഷെ ഇവിടെ മൊത്തം ഫുള്ള് പൊടിയും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ നേരെ താഴത്തിറങ്ങി ഒരു ചൂലെടുത്തിട്ട് വന്ന് എല്ലാവരെയും ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉറങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ പായിട്ടത്. അങ്ങനെ ഇപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ബെഡ്റൂം. അതിനുശേഷം ഈ വീഡിയോന്റെ ടിസ്റ്റ് എന്ന് പറയുന്നത് മഞ്ഞത്തെ ഷർട്ട് ഊരിട്ട് കിടക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഉറങ്ങണതിന് മുന്നേ എന്റെ ഒരു റൊണാൾഡോന്റെ ജേഴ്സി ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഒന്നാമത് ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് രാത്രി എല്ലാം അവിടെ നല്ല തണുപ്പാണ്. അതിന്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോയും കൂടെ ഞാൻ എടുക്കുന്നത്. എന്താവും അറിയില്ല. അങ്ങനെ അതിനുശേഷം രാത്രി ഒരു 11 മണി ആയതും പായും തലയണയൊക്കെ നേരെ റെഡിയാക്കിയതിനു ശേഷം ഞാൻ കിടന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആകാശമൊക്കെ നോക്കി കിടന്നുറങ്ങാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ഏകദേശം കിടന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞതും ഷർട്ട് ഇടാത്തതുകൊണ്ട് എന്റെ ശരീരത്തൊക്കെ തണുപ്പ് കയറാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എന്റെ പുതപ്പെടുത്ത് പൊതച്ചിട്ടാണ് വീണ്ടും ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷെ പുതച്ച് മൂടി കിടന്നിട്ടൊന്നും വലിയ തണുപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ചു നേരം ഒന്ന് സുഖമായിട്ട് ഉറങ്ങി വരുമ്പോഴേക്കും സ്ഥിരം പ്രശ്നമായ കൊതുക് കടിയും വന്നു. ഞാനാണെങ്കിൽ ഇവിടെ കിടക്കാൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊതുക് തിരി എടുക്കാനും മറന്നു. അതുകൊണ്ട് രാത്രി ഒരു 1:30 മണിയായപ്പോൾ ഞാൻ നേരെ വീട്ടിന്റെ ഡോറിൽ മുട്ടി അച്ഛനെ ഉറക്കം എണീപ്പിച്ചിട്ടാണ് ഞാൻ കൊതുക് തിരി എടുത്ത് വീണ്ടും ഉറങ്ങാൻ വേണ്ടി വീട്ടിന്റെ മേലേക്ക് പോയത്. പിന്നെ ഞാനാണെങ്കിൽ എവിടെ കിടന്നാലും സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ സമയം ഒരു 4 മണി ആയതും തണുപ്പ് കുറച്ചും കൂടെ ഒന്ന് കൂടിയതുകൊണ്ട് എന്റെ കാലിന്റെ അടിയൊക്കെ ആകെ തണുപ്പ് തട്ടി എന്തോ പോലെയായി. അതുകൊണ്ട് ഇനിയും ഇവിടെ തണുപ്പ് കൊണ്ട് കിടന്നുറങ്ങിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊരു 4:30 ആയതും പായും തലയാണിയും പുതപ്പൊക്കെ മടക്കി എടുത്ത് ഷർട്ടൊക്കെ ഇട്ടതിന് ശേഷം രാവിലെ ഒന്ന് ആവണത് വരെ വീട്ടിന്റെ വെളിയിൽ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ സമയം ഇപ്പൊ എല്ലാം അവിടെയും ഇരുട്ട് മാറി വെളിച്ചം വരാൻ തുടങ്ങി. പക്ഷെ ഇത്രയും നേരം ഞാൻ തണുപ്പ് കൊണ്ട് കിടന്നുറങ്ങിയതുകൊണ്ട് എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചത് ഈ ഒരു അടുപ്പിന്റെ അടുത്ത് പോയിരുന്ന് തീ കാഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.